അപ്പർ കുട്ടനാട്ടിലെ നിരണം, കടപ്ര ഗ്രാമപഞ്ചായത്തുകളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമായ കോലയാറിലെ പോളയും ചെളിയും തടികളും നാട്ടുകാരുടെ ശ്രമഫലമായി നീക്കം ചെയ്യുന്നു. നിരണം വലിയ പള്ളിയുടെ നേതൃത്വത്തിലാണ് കോലയാറിലെ ചെളി നീക്കി നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. നിരണം വലിയ പള്ളിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പടി പാലത്തിന് സമീപത്തു നിന്നുമാണ് പോളയും ചെളിയും തടികളും നീക്കി കോലയാറിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഹിറ്റാച്ചിയുടെ സഹായത്തോടെ പള്ളി ഭാരവാഹികളും നാട്ടുകാരും ചേർന്നാണ് കോലയാറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. അപ്പർ കുട്ടനാട്ടിലൂടെ ഒഴുകുന്ന കോലയാർ പോളയും ചെളിയും തടികളും നിറഞ്ഞ് വർഷങ്ങളായി നീരൊഴുക്ക് നിലച്ചെങ്കിലും നിരണം, കടപ്ര പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കമുണ്ടാകുവാൻ കാരണമായി മാറുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പർ കുട്ടനാടിന്റെ പ്രദേശമായ നിരണത്തെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം കയറി ജനങ്ങളുടെ ജീവിതം ദുഷ്കരമായിരിക്കുക. വീടുകളിൽ മുഴുവൻ വെള്ളമാണ്. അതിലെ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു വിഷയം ഈ നിരണം പള്ളിപ്പാലത്തേത് മരങ്ങളും പായലുകളും വന്ന് അടിഞ്ഞിട്ട് വെള്ളം തടഞ്ഞു നിർത്തി ഈ പ്രദേശത്തെ നിരപ്പായ സ്ഥലങ്ങളിലോട്ടെല്ലാം വെള്ളം കയറുകയാണ്. അതിൻ്റെ ഫലമായി എല്ലാ വീടുകളിലും വെള്ളം കയറി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് അതിവേലധികമായി ഇപ്രാവശ്യം എനിക്ക് ഒരു 400-500 പേരെങ്കിലും ഈ സ്കൂളിൻ്റെ ക്യാമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അത് ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ യുവജനങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മെമ്പർമാർ, നിരണം പള്ളി ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിരണം പള്ളി ഏറ്റെടുത്തുകൊണ്ട് ഈ പാലത്തിനെ ചേർന്ന് നിൽക്കുന്ന പായലുകളും മരക്കഷ്ണങ്ങളും തടികളും ഈ JCB ഉപയോഗിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതെത്രമാത്രം ഫലപ്രദമാകും എന്ന് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ഒരു ചെറിയ കൈത്താങ് എന്നുള്ള നിലയിൽ ഇത് മാറ്റിക്കൊടുക്കുക എന്നുള്ളത് ഇവിടെ നമ്മുടെ ഒരു പൗരബോധത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുകയാണ്. എന്നാൽ ശാശ്വതമായ പരിഹാരം ഇതിനുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ കോലയാറിൻ്റെ ആഴം കൂട്ടുക എന്നുള്ളതാണ് പ്രധാന വിഷയം. ഇതിൻ്റെ ആഴം കൂട്ടുമ്പോൾ ഈ മണ്ണ് തന്നെ വാരി കരയ്ക്കോട്ട് വെച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഈ മണ്ണ് വാരി ഇവിടെ നിന്ന് മാറ്റണം. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഇല്ല എങ്കിൽ ഈ വാരി കരയ്ക്ക് വയ്ക്കുന്ന മണ്ണ് അടുത്ത മഴയ്ക്ക് വീണ്ടും ഈ ആറ്റിലേക്ക് തന്നെ വന്ന് പുഴ നിറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് അതിനുവേണ്ട ആവശ്യമായ നടപടിക്രമങ്ങൾ അടുത്ത ഓണത്തിന് മുമ്പെങ്കിലും ചെയ്ത് ഈ അപ്പർ കുട്ടനാടിൻ്റെ നിരണം പ്രദേശത്തുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിനുള്ള ഈ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണം എന്ന് വിനീതമായിട്ട്. അപ്പർ കുട്ടനാട്ടിലെ ഇത്തവണത്തെ വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായതും നിരണം, കടപ്ര പഞ്ചായത്തുകളിലാണ്. ഈ സാഹചര്യത്തിലാണ് നിരണം വലിയ പള്ളിയുടെ നേതൃത്വത്തിൽ കോലയാറിൽ നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സിസൽ ജോൺ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.